All the animal was required to do was come out of the bamboo grove into an open space. അപ്പം ആ ടൈഗർ ആ ബാംബു ഗ്രോവിനുള്ളിൽ നിന്ന് മുളങ്കാട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും പേസ് ജെന്റ്ലി ഫോർ എ വൈൽ എന്ത് ചെയ്യണം, സാവധാനം നടക്കണം. ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ, സാധ്യമാകുമെങ്കിൽ ക്യാമറയെ നോക്കണം. ആൻഡ് ദെൻ ഗോ ബാക്ക്, എന്നിട്ട് തിരിച്ചു പോകണം. അതായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം ആ മുളങ്കാട്ടിനുള്ളിൽ നിന്ന് ടൈഗർ പുറത്തേക്ക് ഇറങ്ങി വന്ന് സാവധാനം നടക്കുക. നടന്നതിന് ശേഷം സാധ്യമാകുമെങ്കിൽ പറ്റുമെങ്കിൽ ക്യാമറയെ നോക്കുക. ക്യാമറയെ നോക്കിയതിന് ശേഷം തിരികെ നടന്നു പോവുക. അതായിരുന്നു ചിത്രീകരിക്കേണ്ടിയിരുന്നത്. Could a tiger from Farth Circus do this job? ഫാർത്ത് സർക്കസിൽ നിന്നുള്ള ടൈഗറിന് ഈ ജോലി ചെയ്യാൻ കഴിയുമോ? മിസ്റ്റർ തൊറാട്ട് നോഡഡ്. മിസ്റ്റർ തൊറാട്ട് എന്ത് ചെയ്തു? തലയാട്ടി. How long will you need it for? എത്ര നാളത്തേക്കാണ്, എത്ര ദിവസത്തേക്കാണ് ഇതിന് വേണ്ടുന്നത്? Asked the manager. മാനേജർ ചോദിച്ചു. Perhaps a couple of hours for the shooting. ഒരുപക്ഷേ ഷൂട്ടിങ്ങിന് വേണ്ടി 2 മണിക്കൂർ, 1-2 മണിക്കൂർ. I replied. ഷൂട്ടിങ്ങിന് വേണ്ടി 2 മണിക്കൂർ. But that would be in addition to the time it will take to travel to and from Shiruri. അപ്പൊ ഷിരൂരിലേക്കും അങ്ങാട്ടും ഇങ്ങാട്ടുമുള്ള യാത്ര കൂടാതെ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം 2 മണിക്കൂർ. On being told that the travel itself should take no more than 2 days. യാത്രയ്ക്ക് വേണ്ടിയിട്ട് 2 ദിവസത്തിൽ കൂടുതൽ എടുക്കുകയുമില്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടും യാത്ര കൂടാതെ ഷൂട്ടിങ്ങിന് വേണ്ടി 2 മണിക്കൂർ, യാത്രയ്ക്ക് വേണ്ടി 2 ദിവസത്തിൽ കൂടുതൽ എടുക്കുകയും ഇല്ല. The manager agreed to put the tiger in its cage and sent it in a lorry. അപ്പൊ ഒരു കൂട്ടിനുള്ളിലാക്കി ലോറിയിലെ ടൈഗറിനെ അയക്കാമെന്ന് സർക്കസിലെ മാനേജർ എഗ്രി ചെയ്തു. He invited us to take a look at the tiger. അദ്ദേഹം ടൈഗറിനെ കാണുന്നതിന് വേണ്ടി ഞങ്ങളെ ക്ഷണിച്ചു. Do you think it's going to be easy to set the animal free in the bamboo grove? ആ മുളങ്കാട്ടിനുള്ളില് ടൈഗറിനെ സ്വതന്ത്രമായിട്ട് വിടുന്നത് അത്ര എളുപ്പമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? I couldn't help asking. എനിക്ക് ചോദിക്കാതിരിക്കാനായി കഴിഞ്ഞില്ല. അപ്പൊ ആ മുളങ്കാട്ടിനുള്ളിൽ ടൈഗറിനെ സ്വതന്ത്രമായി വിടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? അത് ചോദിക്കാതിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. Mr. Thorat frowned. I'm not sure, he replied. I have never let him out of his cage on his own, so really I don't know. What were all our plans going to go down the drain? How could we let the tiger's trainer be seen with the animal? How could Gooby and Baga be petrified with fear if he supposedly ferocious animal was accompanied by a man? No, we could not allow that to happen. Mr. Thorat frowned. Mr. Thorat എന്ത് ചെയ്തു? പുരുകം ചുളിച്ചു. I am not sure. എനിക്ക് ഉറപ്പില്ല. He replied. I have never let him out of his cage on his own. ടൈഗറിനെ ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ, കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിച്ചിട്ടില്ല. സോ റിയലി ഐ ഡോണ്ട് നോ. അതുകൊണ്ട് എനിക്കറിയില്ല. ഇപ്പൊ ടൈഗറിനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും ടൈഗറിനെ ഒറ്റയ്ക്ക് കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ റിംഗ് മാസ്റ്ററിന് അറിയില്ല. What were all our plans going to go down the drain? അത് നമ്മുടെ പദ്ധതികളെല്ലാം നിഷ്ഫലമാവുകയാണോ, പ്രയോജനമില്ലാത്തതാവുകയാണോ? കാരണം how could we let the tiger's trainer be seen with the animal? ആ ആനിമലിനോടൊപ്പം അല്ലെങ്കിൽ ആ ടൈഗറിനോടൊപ്പം അതിന്റെ ട്രെയിനറെ കൂടി എങ്ങനെ കാണിക്കാൻ കഴിയും? ആ രംഗത്തിൽ എങ്ങനെ കാണിക്കാനായി കഴിയും? How could Gooby and Baga be petrified with fear if the supposedly ferocious animal was accompanied by a man? ഇപ്പൊ ക്രൂരനായ ഒരു മൃഗത്തോടൊപ്പം അതിന്റെ ട്രെയിനർ കൂടി, ഒരു വ്യക്തി കൂടി വരികയാണെങ്കിൽ ഗൂബിയും ബാഗയും എങ്ങനെ പെട്രിഫൈ ചെയ്യും, എങ്ങനെ ഭയപ്പെടും? അപ്പൊ ഈ ക്രൂരനായ മൃഗത്തോടൊപ്പം ഒരു വ്യക്തി കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഗൂബിക്കും ബാഗയ്ക്കും ഭയം തോന്നും? നോ, we could not allow that to happen. ഇല്ല, അത് സംഭവിക്കാൻ അനുവദിച്ചുകൂടാ. അപ്പൊ അതിന്റെ കൂടെ ട്രെയിനറെ കൂടി കാണിക്കാനായിട്ട്, അപ്പം ആ ടൈഗറിനോടൊപ്പം ട്രെയിനർ കൂടി കാണിക്കാനായിട്ട് പറ്റുകയില്ല, അനുവദിക്കുകയില്ല. Mr. Thorat found a solution. I will tie a wire round the tiger's neck. It will be thin but strong. If the wire was thin enough, perhaps it would remain invisible to the camera. But it was likely that the hair on the tiger's neck would be flattened by the wire, which would give the whole thing away. What if we found a collar made of tiger skin, fixed the wire to this collar and then tied it around the tiger's neck? I said.
അപ്പൊ എന്താണ്, മിസ്റ്റർ തൊറാറ്റ് ഫൗണ്ട് എ സൊല്യൂഷൻ. മിസ്റ്റർ തൊറാട്ട് ഒരു പോംവഴി കണ്ടെത്തി. എന്താണ് ആ പോംവഴി? ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ടൈഗറിന്റെ കഴുത്തില് ഒരു വയർ ചുറ്റാം, ഒരു കമ്പി ചുറ്റാം. ഇറ്റ് വിൽ ബി തിൻ. അത് നേർത്തതായിരിക്കും, ബട്ട് സ്ട്രോങ്, എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ളത്. ഇപ്പൊ ടൈഗറിന്റെ കഴുത്തില് ഒരു ചെറിയൊരു നേർത്ത കമ്പി ചുറ്റാം. അത് നേർത്തതാണെങ്കിലും നല്ല സ്ട്രോങ് ഉള്ളതായിരിക്കും. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ്, ആ വയർ അല്ലെങ്കിൽ ആ കമ്പി നേർത്തതാണ് എങ്കിൽ പെർഹാപ്സ് ഇറ്റ് വുഡ് റിമൈൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ. ഒരു പക്ഷേ ആ കമ്പി നേർത്തതായതുകൊണ്ട് ക്യാമറയിൽ പതിയില്ലായിരിക്കാം. ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദി വയർ. എന്നാൽ ആ ടൈഗറിന്റെ കമ്പി ചുറ്റുന്ന ഭാഗത്ത് ആ ഹെയർ എന്ത് ചെയ്തേക്കാം, ആ കഴുത്തിലെ രോമം മാറാനായി ഇടയുണ്ട്. വിച്ച് വുഡ് ഗീവ് ദ ഹോൾ തിങ് എവേ. What if we found a collar made of tiger skin, fixed the wire to this collar and then tied it around the tiger's neck? I said. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്, അതിന് പകരം ടൈഗറിന്റെ സ്കിന്ന് കൊണ്ടൊരു കോളർ ഉണ്ടാക്കി ആ കോളറിൽ ഈ കമ്പി പിടിപ്പിക്കാം, എന്നിട്ട് ആ കോളർ ടൈഗറിന്റെ കഴുത്തിൽ ചുറ്റാം. ആര് പറഞ്ഞു? നമ്മുടെ സത്യത്തിറെ പറഞ്ഞു. In a village called Northern Gram, we found a suitable bamboo grove to film the first meeting between Gooby and Baga and the appearance of the tiger. Mr. Thorat reached the shooting location with the tiger. There were about 25 people in the location. A few local people took our permission to go with us to watch how we tackled the tiger. In a village called Northern Gram, we found a suitable bamboo grove. അപ്പോൾ നോർത്തിൻ ഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് അനുയോജ്യമായ ഒരു മുളങ്കാട് ഞങ്ങൾ കണ്ടെത്തി. ആ സത്യത്തിൽ ഉൾപ്പെട്ട സിനിമ ഗ്രൂപ്പ് കണ്ടെത്തി. എന്തിനു വേണ്ടിയിട്ട്? ദ ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഗൂബി ആൻഡ് ബാഗ. ഗൂബിയെയും ബാഗയും ആദ്യമായിട്ട് കാണുകയും ആൻഡ് അപ്പിയറൻസ് ഓഫ് ദ ടൈഗർ, ടൈഗറിനെയും ഗൂബിയെയും ബാഗയും ഒക്കെ ആദ്യമായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നോർത്തിൻ ഗ്രാം എന്ന് പറയുന്ന സ്ഥലത്ത് അനുയോജ്യമായ ഒരു മുളങ്കാട് കണ്ടെത്തി. മിസ്റ്റർ തൊറാട്ട് റീച്ച്ഡ് ദി ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദി ടൈഗർ. മിസ്റ്റർ തൊറാട്ട് ടൈഗറുമായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിച്ചേർന്നു. There were about 25 people in the location. ലൊക്കേഷനിൽ ഏകദേശം 25ഓളം ആൾക്കാർ ഉണ്ടായിരുന്നു. A few local people took our permission to go with us to watch how we tackled the tiger. അവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അവരോടൊപ്പം വരുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ വാങ്ങിച്ചിരുന്നു. എന്തിനു വേണ്ടി? ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ. ഞങ്ങൾ ടൈഗറിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള കുറച്ച് ലോക്കൽ പീപ്പിളും അവരോടൊപ്പം വരുന്നതിന് വേണ്ടി അനുവാദം വാങ്ങിയിരുന്നു. The cage on the lorry was covered. When the cover was removed, we were surprised to see not one but two well-fed and robust tigers. I decided to play it safe. Mr. Thorat explained, if one doesn't get it right, we can use the other. The cage on the lorry was covered. അപ്പം ആ കൂട്, ലോറിയിലെ ആ കൂട് മൂടിയിരുന്നു. When the cover was removed, cover remove ചെയ്തപ്പോൾ, മാറ്റിയപ്പോൾ, we were surprised to see not one but two well-fed and robust tigers. ഒന്നിനു പകരം രണ്ട് ടൈഗറിനെ കണ്ട് ഞങ്ങൾ ഞെട്ടി. ആ സത്യത്തിൽ ഉൾപ്പെട്ട സിനിമ സംഘം ഞെട്ടി. അപ്പം ആ കൂട് തുറന്നപ്പോൾ ഒന്നിനു പകരം രണ്ട് ടൈഗറുമായിട്ടാണ് ആരെത്തിച്ചേർന്നത്? മിസ്റ്റർ തൊറാട്ട് എത്തിച്ചേർന്ന. കാരണം എന്താണ്? രണ്ടെണ്ണത്തിനെ കൊണ്ടുവന്നത് എന്താണ്? ഐ ഡിസൈഡഡ് ടു പ്ലേ ഇറ്റ് സേഫ്. വളരെ സേഫ് ആയിട്ട് പ്ലേ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. കാരണം മിസ്റ്റർ തൊറാട്ട് എക്സ്പ്ലെയിൻ, മിസ്റ്റർ തൊറാട്ട് വിവരിച്ചു. അപ്പം വളരെ സേഫ് ആയിട്ട് പ്ലേ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇഫ് വൺ ഡസന്റ് ഗെറ്റ് ഇറ്റ് റൈറ്റ്, ഒന്ന് ശരിയായില്ലെങ്കിൽ വി ക്യാൻ യൂസ് ദി അതർ, മറ്റൊന്നിന് ഉപയോഗിക്കാനായി കഴിയും. അപ്പൊ ഒരു ടൈഗർ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ, ട്രെയിനർ പറഞ്ഞ നിർദ്ദേശം, ഒരു ടൈഗർ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റേ ടൈഗറിനെ ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ മിസ്റ്റർ തൊറാട്ട് എത്ര ടൈഗറുമായി എത്തിച്ചേർന്നത്? രണ്ട് ടൈഗറുമായിട്ട് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിച്ചേർന്നത്. We mounted the camera on its tripod and placed it so that it faced the bamboo grove. The audience was instructed to get behind the camera and to stand as far back as possible. We had to stay relatively close to the bamboo grove, and Gooby and Baga too had to be within yards of the camera, for it was necessary to have at least one shot that showed them together with the tiger. We mounted the camera on its tripod.
and placed it so that it faced the bamboo grove. ക്യാമറ എന്ത് ചെയ്തു? സ്റ്റാൻഡിൽ ഘടിപ്പിച്ചു. എന്നിട്ടോ ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ് ദ ബാംബു ഗ്രൂവ്. ബാംബു ഗ്രോവിന് അഭിമുഖമായിട്ട് ക്യാമറ ഘടിപ്പിച്ചു. The audience was instructed to get behind the camera. ഓഡിയൻസിന്റെ അടുത്ത് എന്ത് ചെയ്തു? ക്യാമറയുടെ പുറകു നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടു. To stand as back as possible. കഴിയുന്നത്ര പുറകിലേക്ക് നിൽക്കാനായിട്ട് ഓഡിയൻസിന്റെ അടുത്ത് ആവശ്യപ്പെട്ടു. We had to stay relatively close to the bamboo grove. ഞങ്ങൾ എന്ത് ചെയ്തു? മുളങ്കാട്ടിന് അഭിമുഖമായിട്ട് നിന്നു. And Gooby and Baga too had to be within yards of the camera. ഗൂബിയും ബാഗയും ക്യാമറയുടെ അരികിലായിട്ടും നിന്നു. For it was necessary to have at least one shot that showed them together with the tiger. ടൈഗറുമായിട്ടുള്ള ഒരു രംഗം എങ്കിലും കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗൂബിയും ബാഗയും എന്ത് ചെയ്തു? ക്യാമറയുടെ അരികിലായിട്ട് നിൽക്കുകയും ചെയ്തു. Mr. Thorat's men had fixed a 5-foot iron rod to the ground, about 30 feet from the area where the tiger was supposed to take a walk. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. The other end was tied firmly to the visible portion of the iron rod. The door of one of the cages was unfastened, and Mr. Thorat called out of the tiger. It responded almost at once and sprang out of its cage to land on the open space outside. What followed was totally unexpected. One look at Thorat's startled and helpless face told us that he was as taken aback as the rest of us. Instead of walking suddenly in a dignified manner, the tiger started prancing around with tremendous enthusiasm. It leapt, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. We stood around foolishly watching a new and strange kind of circus which we were getting to see for free. The camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making its way there. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? Mr. Thorat's men had fixed a 5-foot iron rod to the ground, about 30 feet from the area where the tiger was supposed to take a walk. അപ്പൊ ടൈഗർ നടക്കാൻ സാധ്യതയുള്ള 30 അടി ഏരിയയിൽ ദൂരത്തില് എന്ത് ചെയ്തു? 5 ഇരുമ്പ് തണ്ട് മിസ്റ്റർ തൊറാട്ട് ഘടിപ്പിച്ചിരുന്നു. മിസ്റ്റർ തൊറാട്ടിന്റെ ആൾക്കാരെ ഘടിപ്പിച്ചിരുന്നു. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. ടൈഗർ ധരിച്ചിരിക്കുന്ന ആ കോളറിൽ, ടൈഗറിന്റെ സ്കിൻ കൊണ്ടുണ്ടാക്കിയ കോളറിൽ എന്ത് ചെയ്തു? ആ കമ്പിയുടെ ഒരറ്റം എന്ത് ചെയ്തു? ആ ഇരുമ്പ് തണ്ടിന്റെ കമ്പിയുടെ ഒരറ്റം എന്ത് ചെയ്തു? ഘടിപ്പിച്ചു. The other end was tied firmly to the visible portion of the iron rod. ആ കമ്പിയുടെ മറ്റേ അറ്റം എന്ത് ചെയ്തു? തറയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് തണ്ടിലും ബന്ധിപ്പിച്ചു. The door of one of the cage was unfastened and Mr. Thorat called out the tiger. അപ്പം ആ കൂടുകളിൽ ഒന്ന് തുറന്നു, അതിന്റെ ഡോറ് ഒന്ന് തുറന്നു. മിസ്റ്റർ തൊറാട്ട് ടൈഗറിനെ പുറത്തേക്ക് വിളിച്ചു. അപ്പം 2 ടൈഗറിനെ കൊണ്ടുവന്നത്, ഒരു ടൈഗറിന്റെ കൂട് തുറന്ന് മിസ്റ്റർ തൊറാട്ട് ടൈഗറിനെ പുറത്തേക്ക് വിളിച്ചു. ഇറ്റ് റെസ്പോണ്ടഡ് ആൾമോസ്റ്റ് അറ്റ് വൺസ്. ഉടൻ തന്നെ എന്ത് ചെയ്തു? ആ ടൈഗർ പ്രതികരിച്ചു. ആൻഡ് സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ടു ലാൻഡ് ഓൺ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. അതെന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു ചാടി. ഉടൻ തന്നെ കൂട് തുറന്ന് ടൈഗറിനെ തൊറാട്ട് പുറത്തേക്ക് വിളിച്ചതും ആ ടൈഗർ പുറത്തേക്ക് എടുത്തു ചാടി, ഓപ്പൺ സ്പേസിലേക്ക് ചാടി. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അതിനെ തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായിരുന്നു, പ്രതീക്ഷിക്കാത്തതായിരുന്നു. വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തൊറാട്ട് സ്റ്റാർട്ടിൽഡ് ആൻഡ് ഹെൽപ്ലെസ് ഫേസ് told us that he was as taken aback as the rest of us. ഇപ്പൊ മിസ്റ്റർ തൊറാട്ടിന്റെ സ്റ്റാർട്ടിൽഡും ഹെൽപ്ലെസ്സുമായിട്ടുള്ള മുഖഭാവം കണ്ടപ്പോൾ, ഞെട്ടിയ ആ നിസ്സഹായമായിട്ടുള്ള മുഖഭാവം കണ്ടപ്പോൾ ഞങ്ങളെ പോലെ തന്നെ, മറ്റുള്ളവരെ പോലെ തന്നെ മിസ്റ്റർ തൊറാട്ടിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി. അപ്പൊ ടൈഗർ എന്ത് ചെയ്തു? പെട്ടെന്ന് എടുത്തു ചാടുകയും പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ളതായിരുന്നു. ഇപ്പൊ മിസ്റ്റർ തൊറാട്ടിന്റെ നിസ്സഹായമായിട്ടുള്ളതും ഞെട്ടിയ മുഖഭാവം കണ്ടപ്പോൾ എന്താണ്, ബാക്കിയുള്ളവരെ പോലെ തന്നെ മിസ്റ്റർ തൊറാട്ടിനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സഡൻലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ,
അപ്പം വളരെ അനുസരണയോടുകൂടി സാവധാനം നടക്കുന്നതിന് പകരം the tiger started prancing around with tremendous enthusiasm. വളരെയധികം enthusiasmത്തോടു കൂടി ടൈഗർ എന്ത് ചെയ്തു? വേഗതയിൽ നടക്കാനായി തുടങ്ങി. അപ്പൊ ഇവർക്ക് വേണ്ടുന്നത് എന്തായിരുന്നു? വളരെ സാവധാനം ടൈഗർ നടക്കുന്നതായിരുന്നു വേണ്ടുന്നത്. മുളങ്കാട്ടിനുള്ളിൽ നിന്ന് സാവധാനം പുറത്തേക്ക് ഇറങ്ങി വരുന്നതായിരുന്നു വേണ്ടുന്നത്. എന്നാൽ ടൈഗർ എന്ത് ചെയ്തു? വളരെ വേഗതയിൽ, അനുസരണയില്ലാത്ത തരത്തില് എന്ത് ചെയ്തു? എന്തൂസിയാസമായിട്ട് വളരെ വേഗതയോടുകൂടി നടക്കാനായിട്ട് തുടങ്ങി. ഇറ്റ് ലെഫ്റ്റ്, ജംപ്ഡ്, ഇറ്റ് റോൾഡ് അബൌട്ട്. അത് അവിടെ കിടന്ന് ചാടാനും ഉരുളാനും ഒക്കെ തുടങ്ങി. Dragging its poor trainer, who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. അപ്പം അതിന്റെ ട്രെയിനർ എന്ത് ചെയ്തു? അതിന്റെ ഒരറ്റത്ത് പിടിച്ചിരിക്കുന്ന ആ കമ്പിയിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായതയോടുകൂടി നിന്നു. We stood around foolishly watching a new and strange kind of circus which we were getting to see for free. We stood around foolishly. അപ്പൊ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു? ചുറ്റും എന്ത് ചെയ്തു? വിഡ്ഢികളെ പോലെ നിന്നു. അപ്പൊ ആ സിനിമാ ഗ്രൂപ്പ് എന്ത് ചെയ്തു? ചുറ്റും വിഡ്ഢികളെ പോലെ നിന്നു. ഏതുപോലെ? വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്. ഒരു പുതിയതും സ്ട്രേഞ്ചുമായിട്ടുള്ള ഒരു സർക്കസ് വിച്ച് വി വെയർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ. സൗജന്യമായിട്ട് കാണുന്നത് പോലെ. അപ്പൊ സൗജന്യമായിട്ട് വളരെ സ്ട്രേഞ്ചും അതോടൊപ്പം തന്നെ പുതിയ തരത്തിലുമുള്ള ഒരു സർക്കസ് കാണുന്നത് പോലെ എന്ത് വിഡ്ഢികളായിട്ട് ബാക്കിയുള്ളവരെല്ലാം ക്യാമറയ്ക്ക് ചുറ്റും നിന്നു. The camera was still standing on its 3 legs. ക്യാമറ ഇപ്പോഴും ആ 3 കാലുകളിൽ നിൽക്കുന്നു. Staring into the wood. എന്ത്? വനത്തിനുള്ളിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് ഇപ്പോഴും ആ ക്യാമറ 3 കാലുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. But the tiger was showing no sign of making its way there. എന്നാൽ ടൈഗർ അതുവഴി കടന്നു പോകുന്നതിന്റെ ഒരു ലക്ഷണവും കാണാനായി കഴിഞ്ഞില്ല. അപ്പൊ ക്യാമറ ഇപ്പോഴും മുളങ്കാട്ടിലേക്ക് അഭിമുഖമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ടൈഗർ അതുവഴി ആ ക്യാമറ ഇരിക്കുന്നതിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നതിന്റെ ഒരു ലക്ഷണവും കാണാനായിട്ട് കഴിഞ്ഞില്ല. Once the tiger had calmed down, we managed to take the few shots we needed. This should have been the end of the story. But when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. The shots were too dark, so much so that the tiger was merging almost completely with the background of the trees and leaves. We had to shoot the scenes all over again. We spoke to Mr. Thorat and he agreed to give it another go. We found another bamboo grove closer to Calcutta in a village called Boral. The lorry arrived at once more with Mr. Thorat, the tiger, the steel wire, the special collar and the iron rod. And with the lorry came the whole village. We told the villagers that they should stand at a distance of 70 feet. No one paid any attention to what they were told. The entire crowd moved as close to the camera as they could. We could not afford to waste any more time explaining and arguing. So we got the camera ready and signaled it to Mr. Thorat. Once the tiger had calmed down, we managed to take the few shots we needed. അപ്പൊ ടൈഗർ ഒരുവിധം ശാന്തമായപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഷോട്ട് ഞങ്ങൾ ചിത്രീകരിച്ചു. This should have been the end of the story. ഇത് ആ കഥയുടെ അവസാനമായിരുന്നു. But when we returned to എന്ന് വെച്ചാൽ അതോടുകൂടി എന്ത് ചെയ്തു? അവിടുത്തെ ഷൂട്ടിംഗ് തീർന്നു. ടൈഗറിനെ വെച്ചുള്ള ഷൂട്ടിംഗ് തീർന്നു. But when we returned to Calcutta and looked at the scenes with the tiger, we realized that the camera had failed to work properly. എന്നാൽ കൽക്കട്ടയിലെ സ്റ്റുഡിയോയിൽ തിരികെ എത്തി ആ ടൈഗറിനെ വെച്ച് ചിത്രീകരിച്ച രംഗം നോക്കിയപ്പോൾ ക്യാമറ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ബോധ്യമായി. അപ്പൊ കൽക്കട്ടയിലെ സ്റ്റുഡിയോയിൽ ചെന്ന് ആ രംഗം നോക്കിയപ്പോൾ ക്യാമറ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ബോധ്യമായി. കാരണം the shots were too dark. ആ രംഗം മുഴുവൻ ഇരുട്ട് വ്യാപിച്ചു. So much so that the tiger was merging almost completely with the background of the trees and leaves. അതുകൊണ്ട് ടൈഗറിനെ വ്യക്തമായിട്ട് ആ രംഗം മുഴുവൻ ഇരുട്ട് വ്യാപിച്ച കാരണം ടൈഗറിനെ വ്യക്തമായി കാണാനായി കഴിഞ്ഞിരുന്നില്ല. We had to shoot the scenes all over again. അതുകൊണ്ട് ആ രംഗം ഒന്നുകൂടി എടുക്കേണ്ടതായി വന്നു. We spoke to Mr. Thorat and he agreed to give it another go. അപ്പൊ ഞങ്ങള് മിസ്റ്റർ തൊറാട്ടിന്റെ അടുത്ത് സംസാരിച്ചു. ഒന്നുകൂടി പോകാം അല്ലെങ്കിൽ ഒന്നുകൂടി ചിത്രീകരിക്കാമെന്ന് മിസ്റ്റർ തൊറാട്ട് പറഞ്ഞു. We found another bamboo grove closer to Calcutta in a village called Boral.
അപ്പം ബോറൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ, കൽക്കട്ടയിലെ ബോറൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മറ്റൊരു ബാംബു ഗ്രോവ് ഞങ്ങൾ കണ്ടെത്തി, മറ്റൊരു മുളങ്കാട് കണ്ടെത്തി. The lorry arrived once more. ലോറി ഒന്നുകൂടി എത്തിച്ചേർന്നു. With Mr. Thorat, the tiger, the steel wire, the special collar and the iron rod. അപ്പം എന്ത്, ടൈഗറിനെയും സ്റ്റീൽ വയറും സ്പെഷ്യൽ കോളറും അയൺ റോഡും എല്ലാമായിട്ട് മിസ്റ്റർ തൊറാട്ട് ലോറിയുമായിട്ട് എത്തിച്ചേർന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. ലോറി എത്തിച്ചേർന്നതും ആ ഗ്രാമത്തിലെ ആൾക്കാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. വി ടോൾഡ് ടു ദ വില്ലേജേഴ്സ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. 70 അടി പുറകിലേക്ക് മാറി നിൽക്കാനായിട്ട് ഞങ്ങൾ വില്ലേജേഴ്സിന്റെ അടുത്ത് പറഞ്ഞു. No one paid any attention to what they were told. അവർ എന്താണ് പറയുന്നതെന്ന് പോലും ആ ഗ്രാമവാസികൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ 70 അടി പുറകിലേക്ക് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ആ വില്ലേജേഴ്സ് അതനുസരിച്ചില്ല. The entire crowd moved as close to the camera as they could. ആ ജനക്കൂട്ടം മുഴുവൻ എന്ത് ചെയ്തു, അവരെ കൊണ്ട് കഴിയുന്നത്ര അടുത്തേക്ക്, ക്യാമറയുടെ അടുത്തേക്ക് വന്നു നിന്നു. We could not afford to waste any more time explaining and arguing. അവരുടെ അടുത്ത് കാര്യങ്ങൾ വിവരിച്ചും വാദപ്രതിവാദം നടത്തിയും സമയം കളയാനായി ഞങ്ങൾക്കില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് ആ രംഗം ചിത്രീകരിക്കണമായിരുന്നു. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽഡ് ടു മിസ്റ്റർ തൊറാട്ട്. അതുകൊണ്ട് ഞങ്ങൾ ക്യാമറ റെഡിയാക്കി മിസ്റ്റർ തൊറാട്ടിന് നിർദ്ദേശം നൽകി. He opened the door of the cage. The instant the door opened with a clang, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera. The crowd, consisting of about 150 people, melted away as if by magic. After that great burst of energy, the tiger calmed down very quickly. Like an obedient child, it walked over to the spot we had chosen, paced about quietly as it was required to, and then ambled back to its trainer. Even the camera behaved this time, which we realized 2 days later when we returned to Calcutta and saw the scenes we had showed. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? He opened the door of the cage. അദ്ദേഹം എന്ത് ചെയ്തു? മിസ്റ്റർ തൊറാട്ട് ആ ടൈഗറിനെ കൊണ്ടുവന്ന ആ കൂടിന്റെ വാതിൽ തുറന്നു. The instant the door opened with a clang. ഒരു ക്ലാങ് ശബ്ദത്തോടു കൂടി വാതിൽ തുറന്നതും our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera. വളരെ വലിയ അലർച്ചയോടുകൂടി ക്യാമറയുടെ പുറകുവശത്ത് നിന്ന് ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് എടുത്തു ചാടി. ഇപ്പൊ മിസ്റ്റർ തൊറാട്ട് കൂട് തുറന്നതും വളരെ അധികം അലർച്ചയോടുകൂടി ആ ടൈഗർ എന്ത് ചെയ്തു? ക്യാമറയുടെ പുറകുവശത്ത് നിന്ന് ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് എടുത്തു ചാടി. The crowd, consisting of about 150 people, ഏകദേശം 150ഓളം വരുന്ന ആൾക്കാർ, melted away as if by magic. ഒരു മാജിക്കിൽ എന്ന പോലെ അപ്രത്യക്ഷമായി. അപ്പം ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് ടൈഗർ എടുത്തു ചാടിയതും അലറിക്കൊണ്ട് എടുത്തു ചാടിയതും എന്ത് ചെയ്തു? അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഒരു മാജിക്കിൽ എന്ന പോലെ അപ്രത്യക്ഷമായി, എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. After that great burst of energy, വളരെ വലിയ കഠിന ശ്രമത്തിനൊടുവിൽ the tiger calmed down very quickly. എന്ത് ചെയ്തു? ടൈഗർ വളരെ വേഗതയിൽ ശാന്തമായി. Like an obedient child, അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ, it walked over to the spot we had chosen. ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് അത് സാവധാനം നടന്നു. Paced about quietly as it was required to. ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ എന്ത് ചെയ്തു? ആ ടൈഗർ വളരെ സാവധാനം നടന്നു. And then ambled back its trainer. ട്രെയിനറുടെ നിർദ്ദേശം അനുസരിച്ച് പുറകിലേക്കും പുറത്തേക്കും നടന്നു, തിരിച്ചും നടന്നു. അപ്പോൾ ഞങ്ങൾ സിനിമാ സംഘം ആവശ്യപ്പെട്ടതുപോലെ, സത്യത്തിൽ ഉൾപ്പെട്ട സിനിമാ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടതുപോലെ ടൈഗർ പ്രവർത്തിക്കുകയും ട്രെയിനറുടെ നിർദ്ദേശം അനുസരിച്ച് തിരികെ നടക്കുകയൊക്കെ ചെയ്തു. മുളങ്കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയും തിരിച്ചു നടന്നു പോവുകയും ചെയ്തു. ഈവൻ ദ ക്യാമറ ബിഹേവ്ഡ് ദിസ് ടൈം. ഈ പ്രാവശ്യം എന്ത് ചെയ്തു? ക്യാമറ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. Which we realized 2 days later when we returned to Calcutta and saw the scenes we had shot. അപ്പം 2 ദിവസം കഴിഞ്ഞ് തിരിച്ച് കൽക്കട്ടയിലെ സ്റ്റുഡിയോയിലെത്തി ചിത്രീകരിച്ച രംഗം നോക്കിയപ്പോൾ ക്യാമറ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് ബോധ്യമാവുകയും ചെയ്തു. അപ്പൊ ഇപ്രാവശ്യം അവർ വിചാരിച്ചതുപോലെ, നമ്മുടെ സത്യജിത്ത് വിചാരിച്ചതുപോലെ ആ ടൈഗറിനെ ഉൾപ്പെടുത്തി സിനിമ ചിത്രീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ രംഗം ചിത്രീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് 2ാമത്തെ പ്രാവശ്യം കഴിഞ്ഞു. തിരിച്ച് സ്റ്റുഡിയോയിലെത്തി ആ ചിത്രീകരിച്ച രംഗം നോക്കിയപ്പോൾ വിചാരിച്ച കണക്ക് രംഗം ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. അപ്പൊ ഇത്രയുമാണ് പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഈ ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കുക.